ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ന്യൂ ഇയർ പ്രെപ്സ് ആണ് കേട്ടോ. കാരണം നമ്മൾ ന്യൂ ഇയറിൻ്റെ തലേ ദിവസത്തെയും അതുപോലെ തന്നെ ന്യൂ ഇയറിൻ്റെ ആ ദിവസത്തെ രാത്രിയുടെയും കുറച്ച് വീഡിയോസാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഗ്രിഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത്. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ, കുറച്ച് മോട്ടിവേഷൻ വന്നോട്ടെ എന്ന് വെച്ച് കുറച്ച് ഗ്രിഡ് ഉണ്ടാക്കാൻ വേണ്ടി പോയി. പക്ഷേ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഗ്രിഡ്. പക്ഷേ ഒട്ടിച്ചപ്പോൾ അതൊക്കെ കൂടി പൊരിഞ്ഞ് വന്നു. പക്ഷേ കുഴപ്പമില്ല, നല്ലതായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ ഒട്ടിച്ച് കൊടുത്തു. ഗ്രിഡിനെ കുറച്ച് മേക്ക് ഓവറൊക്കെ ചെയ്ത് കൊടുത്തു. ഞാൻ ഇത് നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിഷൻ ബോർഡിൻ്റെ പരിപാടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷൻ ബോർഡ് ഗായ്സ്. അടിപൊളിയല്ലേ? എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു വിഷൻ ബോർഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയില്ലേ ഗൈസ്? അപ്പം ഇതൊക്കെ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം എൻ്റെ റൂം ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. ബട്ട് കുഴപ്പമില്ല. പിന്നെ ആ ഗ്രിഡ് ഞാൻ എൻ്റെ വാളിൻ്റെ അവിടെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഇത് തെർമോക്കോളല്ല, എന്തോ ഒരു സംഭവമാണ്. അതിലാണ് ഞാൻ ഫുള്ള് ഗമ്മൊക്കെ ആക്കി നല്ലോണം അങ്ങോട്ട് സെറ്റാക്കി അങ്ങനെ ഒട്ടിച്ച് കൊടുത്തപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ എൻ്റെ റൂം ഭയങ്കര മോശം അവസ്ഥയിലായിരുന്നു ഉണ്ടായത്. അതൊക്കെ ഞാൻ സെറ്റാക്കി കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഐ മാസ്ക് സ്റ്റുഡിയോ പോയാലും ഈ ഒരു ഐ മാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പേര് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പേര് ഡൗൺ ടു ചിൽ അണ്ടർ ഐ പാച്ച് ആയിരുന്നു. അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് എടുത്തൊട്ടിച്ച് കൊടുത്തു. പക്ഷേ ഞാൻ ഒരു സിംഗിൾ ലെയർ ആയിരുന്നു ഒട്ടിക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ആദ്യം ഒരുപാട് അടുത്ത് ഒട്ടിച്ചു, എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് ഒട്ടിച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ ജേർണലിങ് ചെയ്യാനായിട്ട് ഇരുന്നു. ഇത് ഞാൻ തലേ ദിവസം കുറച്ച് ചെയ്തു. പിന്നെ അപ്പുറത്തെ ദിവസമാണ് ഞാൻ അതിൻ്റെ ബാക്കി ചെയ്തിട്ടുണ്ടായത്. ആദ്യം തന്നെ ഇത് ജേർണലിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ജസ്റ്റ് ഒരു ഓൾഡ് പേപ്പർ എടുത്തു. പിന്നെ ഇതേപോലെ 2026 വന്നിട്ട് എഴുതി കൊടുത്തു. എന്നിട്ട് കളർ ചെയ്ത് കൊടുത്തു. അത്ര തന്നെ. ഭയങ്കര സിമ്പിൾ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് ഓഫ് ജേർണലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായത്. കുറച്ച് കളേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്തു കൊടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഒരുപാട് ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള 3rd ജാനുവരിയിലാണ് ഇനിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ക്ഷമിക്കാം. അപ്പം പിന്നെ ഞാൻ വാഷി ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. വാഷി ടേപ്പ് ഒട്ടിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് ഗ്രീൻ കളേഴ്സൊക്കെ കൊണ്ട് ഇതേപോലെ ചെയ്തു കൊടുത്തു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ റൂമിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ഒരു കലണ്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ ദിവസത്തിന് മുമ്പേ ചെയ്തതാണ്. ആ കലണ്ടർ ഉണ്ടാക്കാൻ വേണ്ടി പോയി. പക്ഷേ ഞാൻ ഫുള്ള് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ പകുതി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം അത് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഫുള്ളായിട്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഭയങ്കര സിമ്പിളായിട്ട് ഒരു ചെറിയൊരു ഇതാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് ചെറുതാണ് എൻ്റെ ഇതിന് പറ്റുക, അതുകൊണ്ട്. പിന്നെ ഞാൻ ഈ ജേർണലിങ്ങിൻ്റെ വീഡിയോ ഒക്കെ വീണ്ടും ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓരോ വീഡിയോസൊക്കെ റിപ്പീറ്റായി പോകുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ അപ്പുറത്തെ ദിവസം ചെയ്തതാണ് കുറച്ച് ആ ബുക്കൊക്കെ ജേർണലിങ്ങൊക്കെ ചെയ്തത്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എടുത്ത് വെച്ച് കൊടുത്തു, ഓർഗനൈസ് ചെയ്ത് വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ പെന്നല്ല, ഈ സിസേഴ്സും അങ്ങനത്തെ വാഷി ടേപ്പും കാര്യങ്ങളൊക്കെ ഞാനത് നല്ല രീതിയിൽ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അതൊക്കെ നല്ലോണം എടുത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. ഇത് എൻ്റെ ഒരു ഓർഗനൈസറാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലും അതേപോലെ തന്നെ താഴെ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2000 സംതിങ് ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ 2000 ഭയങ്കര വേർത്തായിട്ട് തോന്നി. പ്ലാസ്റ്റിക് ആണ്, പക്ഷെ നമുക്ക് തുറന്ന് പൂട്ടാനും അടക്കാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നിങ്ങൾ നോക്കിക്കോളൂ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് പോകണം. അതിന് മുമ്പ് ഞാൻ കുറച്ച്
കാര്യങ്ങളൊക്കെ മെസ്സായിട്ട് എൻ്റെ ടേബിളിൽ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ എടുത്ത് വെച്ച് കൊടുത്തു. അതിന് ശേഷം ഞാൻ എൻ്റെ സ്കിൻ കെയറിലേക്ക് കടന്നു. സ്കിൻ കെയറിൽ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ടായിട്ടില്ല. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. ഞാൻ അലോവേറ ജെല്ല് ഡെയിലി ഇടുന്നതാണ്. ഞാൻ അങ്ങനെ ലാസ്റ്റ് മന്തൊന്നും അങ്ങനെ എപ്പോഴൊന്നും ഇടാറില്ല. ഓർമ്മയുള്ള സമയം ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് തോന്നുന്ന ടൈമൊക്കെ ഇടും. അപ്പം ഡീറ്റെയിൽ ആയിട്ട് പ്രൊഡക്ട്സൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പം ഞാൻ ഒരു എന്താ പറയുക അലോവേറ ജെല്ല് ഫേസിൽ ഇട്ട് കൊടുക്കാറുണ്ട്. അതിന് മുമ്പ് ഞാനതൊക്കെ എല്ലാം സെറ്റാക്കി എടുത്തൊക്കെ വെച്ച് കൊടുത്തു. അതിന് മുമ്പ് നമുക്ക് ടു ഡു ലിസ്റ്റ് എഴുതണം. അപ്പം ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ ഒരു ബുക്ക് എടുത്തതിന് ശേഷം ഞാൻ ഒരുപാട് ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെക്കാറുണ്ട്. ഞാൻ എല്ലാം ഒന്നും ചെയ്യാറില്ലെങ്കിലും ഒട്ടുമിക്ക ടു ഡു ലിസ്റ്റിൽ എഴുതിയ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ അതെനിക്ക് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ടു ഡു ലിസ്റ്റ് എഴുതുന്നത് നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ടു ഡു ലിസ്റ്റ് എഴുതുന്നത്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാം. അപ്പം അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ഇനി കൂടുതലായിട്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എഴുതി ഞാൻ അതൊക്കെ പൂട്ടി എന്ത് ചെയ്യാണ് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ഈ ഒരു ടേബിളിന് മേലെയാണ് വെക്കാറുള്ളത്. അപ്പോൾ എണീച്ച് എനിക്ക് കാണാം. പിന്നെ ഓരോന്നൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു. എല്ലാം ഭയങ്കര വൃത്തിക്ക് വെച്ച് കൊടുത്തു. അതെൻ്റെ ബ്രദറിൻ്റെ ഒരു കളിപ്പാട്ടാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വെച്ച് കൊടുത്തു. പിന്നെ ഒരു ബൾബിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അതെനിക്ക് കിട്ടി. ഞാനതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ കെയറിങ്ങിൻ്റെ കാര്യം. അന്ന് തന്നെ അലോവേറ ജെല്ലാണ് ഇട്ടത്. പിന്നെ ബോഡി ലോഷനാണ് കേട്ടോ. അത് കൈക്കൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു. പിന്നെ വേറൊരു അലോവേറ ജെല്ലാണ് നമുക്ക് കൈൻ്റെ മുട്ടിലൊക്കെ തേക്കുന്നത്. പിന്നെയാണ് എൻ്റെ മുടി കെട്ടൽ. അതൊരുപാട് സമയം എടുക്കുന്ന കാര്യമാണ്. നല്ല രീതിയിലുള്ള കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ നല്ലോണം വാർന്ന് നമ്മൾ കെട്ടി വെച്ച് കൊടുക്കണം. മുടി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര കഷ്ടപ്പാടുള്ളതാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് എക്സ്ട്രീമാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു. ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക് ഓഫ് മൈ റൂം. ആൻഡ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സ് പറയാം. ബൈ, ഗുഡ് നൈറ്റ്.